ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റിക് വാല്യൂ നോക്കിയിട്ടാണോ കൊമേഴ്ഷ്യൽ വാല്യൂ നോക്കിയിട്ടാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നത്? സ്ക്രിപ്റ്റ് ചെയ്താൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. ആർട്ടിസ്റ്റ് ഉണ്ടോ വേറെ ഒന്നുണ്ടോ ഞാൻ നോക്കാറില്ല. ഒരു ചോദ്യം കൂടി, രണ്ടിനോട് കൂടിയാ. സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പ് കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിച്ചിരുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ആ ചോദ്യം ഞാൻ വിനീതനോട് ഓൾറെഡി ചോദിച്ചു. അപ്പം ധ്യാൻ ചേട്ടൻ വന്ന് ഇന്റർവ്യൂവിൽ വന്നപ്പോഴത്തേക്കിനും ഇനിയിപ്പോ ഹൈപ്പ് കൊടുക്കാൻ ഇരിക്കുക എന്നുള്ള ആ ഒരു പ്ലാൻ മാറ്റി വെച്ചു. ഇനിയിപ്പോ ഹൈപ്പ് എല്ലാം കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഒരു ടെൻഷൻ ഉണ്ടോ? എന്തായാലും ഹൈപ്പ് കയറിയിട്ടുണ്ട്, എല്ലാവരും ഇവിടെ അഗ്രി ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങളൊരു വീഡിയോ മെറ്റീരിയൽ ഇടുന്നുണ്ട്, അത് ഹൈപ്പ് കുറയും. നിങ്ങൾ എല്ലാവരും സിനിമ കാണാൻ പോകണം. ഫസ്റ്റ് പശു അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുക പടത്തിന് ഹൈപ്പ് ഇപ്പൊ ഉണ്ടല്ലോ. നമ്മുടെ പേർപ്പസ് ആയിട്ട് ഹൈപ്പ് കൂട്ടിയതല്ല, ഞങ്ങളുടെ തന്നെ സുഹൃത്തല്ല, അനിയനും എന്റെ സുഹൃത്തും അന്ന് വന്ന് എന്തൊക്കെ കാണിച്ചിട്ടും ഇപ്പൊ തന്നെ എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും മൊത്തത്തിൽ ഒരു പുകയായിരുന്നു മൊത്തത്തിൽ. അല്ല, ഇന്റർവ്യൂസിന്റെ താഴെ വരുന്ന കമന്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇന്റർവ്യൂ 150 രൂപ കൊടുത്ത് കണ്ടാലും വേർത്താണെന്ന് പറഞ്ഞിട്ടാണ് കമന്റ്സ് വരുന്നത്. ഞാൻ ആക്ച്വലി ഇന്ന് ഇത് കണ്ടപ്പോൾ ആലോചിക്കായിരുന്നു, ഒരു പടം ഇതേപോലെ എന്തിനാ അവരുടെ ഇന്റർവ്യൂസ് ഒരു പടം തന്നെ നമുക്ക് ചെയ്താലോ. അല്ല, ഇന്റർവ്യൂവിന് ഇരുത്തിയിട്ട് എങ്ങാനും പടം വർക്കായില്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ റിലീസ് ചെയ്യാൻ തീരുന്നത്. ഷാഗിന് നെഞ്ചിരിപ്പ ഞാൻ ഇതൊക്കെ പറയുമ്പോ. അല്ല, നമുക്കൊരു കോൺവെർസേഷണൽ മൂവി എന്ന് പറഞ്ഞ് ഇറക്കാമല്ലോ, ഒരു ഡിഫറെന്റ് ട്രൈ ആയിക്കൂടെ? എന്നെ വെച്ചാൽ പരീക്ഷണം വേണം, എത്രയോ പേരുണ്ട്. താങ്ക് യു സോ മച്ച്.